എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്നല്ല, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ അടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരത്തേക്കും ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം ഒരു അറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് വിദൂര വിഭാഗം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ 2023 വർഷത്തിൽ അഡ്മിഷൻ നേടിയവരും റീ അഡ്മിഷൻ സ്കീം ചേഞ്ച് എന്നിവ വഴി CBCSS 2023 ബാച്ചിൽ പ്രവേശനം നേടിയവരും, അത് 2023 പ്രവേശനം നേടിയ BA, BCom, BBA വിദ്യാർത്ഥികൾ കോഴ്സ് പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം CUSSP പ്രകാരം 12 ദിവസത്തെ സാമൂഹ്യ സേവനം നിർവഹിക്കേണ്ടതാണ്. സാമൂഹ്യ സേവനം 6 ദിവസം പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ജില്ലാ സാക്ഷരതാ മിഷൻ എന്നീ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒന്നിലും, തുടർന്ന് 6 ദിവസം ഗവൺമെൻറ് അംഗീകൃത ഹോസ്പിറ്റൽ, ഓൾഡ് ഏജ് ഹോം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻറ്റർ എന്നീ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലും നിർവഹിക്കേണ്ടതാണ്. പ്രസ്തുത സാമൂഹ്യ സേവനം നിർവഹിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് അതാത് സ്ഥാപനങ്ങളിലെ അധികാരികളിൽ നിന്നും ഒപ്പ്, ഓഫീസിൽ കൃത്യമായ തീയതി, സാമൂഹ്യ സേവനം നിർവഹിച്ച കാലയളവ് എന്നിവ രേഖപ്പെടുത്തി വാങ്ങി സ്റ്റുഡൻറ്റ് പോർട്ടലിൽ തന്നെ 2025 സെപ്റ്റംബർ 25-നകം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ സാമൂഹ്യ സേവനം നിർവഹിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഇളവ് ലഭ്യമാകുന്നതിനായി ഇത്തരം വിദ്യാർത്ഥികൾ മെഡിക്കൽ ബോർഡ് നൽകുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വാലിഡിറ്റി ഉള്ളത് സ്കാൻ ചെയ്ത് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തീർച്ചയായും വിദൂര വിഭാഗം വിദ്യാർത്ഥികൾ 2023 പ്രവേശന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? 2023 പ്രവേശനം നേടിയവർ തങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് 12 ദിവസത്തെ സാമൂഹ്യ സേവനം അനുഷ്ഠിക്കണമെന്ന് സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. കാണുന്നവർ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ കാണുന്നവരും എൻ്റെ മിസ്കർ ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈ ഫോർ ദ കരിയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.